ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആരോടാ? എന്നോടാണോ? അതെ. ആ പറ. എനിക്കും പിള്ളേർക്കും കൂടി ആശുപത്രിയിലോട്ടൊന്ന് പോണായിരുന്നു. ആർക്കാ അസുഖം? നിനക്കോ അതോ പിള്ളേർക്കോ? ജാനിക്കുട്ടിയെ കാണാൻ വേണ്ടിയാ. അവൾക്കെന്താ വിശേഷം? ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ ആശുപത്രിയിലായിട്ട്. ഇവിടുന്ന് ആരും ഒന്നും കാണാൻ പോലും പോയില്ലല്ലോ. അവളെന്ത് വിചാരിക്കും? അവളെന്ത് വിചാരിക്കാനാ? പോട്ടെ, ഇനി അവളെന്ത് വിചാരിച്ചാലെന്താ? കൂടി വന്നാൽ അവൾ വിചാരിക്കും നിങ്ങൾ നന്ദിയില്ലാത്തവരാണെന്ന്. വിചാരിച്ചോട്ടെ, ഒരു വിരോധമില്ല. ഞങ്ങൾക്ക് വിരോധമുണ്ട്. ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങൾ ആരെങ്കിലും പോയി അവളുടെ കൂടെ സഹായത്തിന് നിൽക്കേണ്ടതായിരുന്നു. അതിനെ സമ്മതിച്ചില്ലല്ലോ. അങ്ങോട്ട് വെറുതെ നെഞ്ചു നിറച്ചെങ്കിൽ ചെന്നാ പോരാ. ബില്ല് കൊടുക്കണം. ആശുപത്രി ബില്ലേ നീ കൊടുക്കുമോ? പിന്നെ അവളുടെ സുഖവിവരം അറിയാനാണെങ്കിൽ അത് ഞാൻ എല്ലാ ദിവസവും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അവളുടെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല. ഒടിഞ്ഞ എല്ലൊക്കെ താമസിക്കാതെ മുറി കുടിക്കോളും. ഇടിയും തൊഴിയും ചവിട്ടിയും ഏറ്റതൊക്കെ ആയുഷ്കാലം കിടക്കും. അല്ലെങ്കിൽ വല്ല പ്രകൃതി ചികിത്സയും ചെയ്യണം. ഞങ്ങൾ ആരെങ്കിലും ഒരു ദിവസമെങ്കിലും പോയി നിന്നോട്ടെ അവളുടെ കൂടെ. അതിന്റെ യാതൊരു ആവശ്യമില്ല. അവളെ നോക്കാൻ നേഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, സ്ട്രെച്ചറിൽ വെച്ചുകൊണ്ട് തള്ളാനാണെങ്കിൽ അറ്റൻഡർമാരുണ്ട്. അവൾക്ക് നിങ്ങളെപ്പറ്റി എന്ത് തോന്നിയാലും നിങ്ങൾക്കൊരു ചുക്കും വരാനില്ല. ഒന്നാമത് അവളും നിങ്ങളും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. മുറിച്ചു കളയാനല്ലാതെ പുനഃസ്ഥാപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാളിയാമ്പുഴ ജംഗ്ഷൻ ഇപ്പുറത്തേക്ക് അവൾ കിടക്കണമെങ്കിൽ ഞാൻ പാസ് കൊടുക്കണം. ഈ ജന്മത്തിൽ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം വേണോ നാട്ടിലേക്ക് നടക്കണമെങ്കിൽ? നിങ്ങൾ ആരാ, മഹാരാജാവോ സേനാപതിയോ? നിലത്ത് നിൽക്കടി, നിലത്ത് നിൽക്ക്. ഇല്ലെങ്കിൽ നിനക്കും അവളുടെ ഗതി തന്നെ വരും. അവൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കുക ഞാൻ. എന്തിനാണെന്നറിയോ? അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് വിടാൻ. അതിനുള്ള വകുപ്പൊക്കെ അവളുടെ പേരിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവളെ കാണാൻ ആരെങ്കിലും പോയാൽ പിന്നെ അവളുടെ കൂടെ ജയിലിലായിരിക്കും നിന്റെയൊക്കെ ജീവിതം.